ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഡഫ്നിയ കൾച്ചറാണ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 ആഴ്ച മുന്നാണ് നമ്മളിത് ചെയ്തത്. നമ്മൾ ബീറ്റാൻ ഇട്ടിരുന്നൊരു കുഞ്ഞി ഗ്ലോബായിരുന്നു. അപ്പോൾ ഈ ഗ്ലോബിൽ നമ്മൾ വാട്ടർ അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ല, ബീറ്റയ്ക്ക് അങ്ങോട്ട് വളരാൻ സ്ഥലമില്ലാത്ത കാരണം ബീറ്റാൻ അതിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി വലിയ ഗ്ലോബിലേക്ക് ആക്കി. അപ്പോൾ ഈ ഗ്ലോബിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എന്തായാലും ബീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വെള്ളമാണ്. അതിനകത്തെല്ലാം സെറ്റ് ചെയ്തൊരു അക്വേറിയം ടൈപ്പായിരുന്ന കാരണം നമ്മൾ ജസ്റ്റ് കുറച്ച് ഡഫ്നിയനെ വളർത്തിയത് വെച്ചു, സ്പെയറായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ കണ്ടോ, 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്രയും ഡഫ്നിയായിട്ട് മാറി. അത് പെരുകി നിറഞ്ഞ് അത്രയായിട്ട് മാറി. നമുക്കിപ്പോൾ അതിൽ നിന്ന് എടുത്ത് ഫീഡ് ചെയ്യാം, എന്നാലും അത് തീരുന്നില്ല. അപ്പോൾ നമ്മളതൊരു കൾച്ചർ പോലെ തന്നെ നമ്മൾ വെച്ചേക്കാണ്. ഇത് ഫ്രഷ് വാട്ടറിലാണ് വളരുന്നത് ഡഫ്നിയ. ആകെ അക്വേറിയത്തിലെ വാട്ടറാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അക്വേറിയത്തിലുണ്ടായിരുന്ന ചെളിയും അങ്ങനത്തെ കാര്യങ്ങളും ബീറ്റയുടെ ഒക്കെ ഉണ്ടായിരുന്ന അഴുക്കുകളൊക്കെ ആയിരുന്നു. അവ തിന്ന് ഭക്ഷിച്ച് നല്ല സുഖമായിട്ട് വളർന്ന് നല്ല നിറച്ച് ഡഫ്നിയായി. സോ നമുക്ക് അക്വേറിയം വാട്ടറിലാണ് ഡഫ്നിയനെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്. ഈസ്റ്റൊക്കെ ഇട്ട് വളർത്തുന്നതിനേക്കാളും ഈസിയാണ്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നമ്മുടെ ഫിഷിന് ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും, ഞാനെപ്പോഴും അക്വേറിയം വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ വാട്ടറാണ് ഡഫ്നിയയുടെ കൾച്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അവയ്ക്ക് തിന്നാനായിട്ട്. ബീറ്റയ്ക്ക് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ബീറ്റ ബ്രീഡ് ചെയ്യാൻ ആയിട്ടില്ല. നമ്മുടെ ഫീമെയിൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവാനുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ബീറ്റയുടെ ഫീമെയിൽ അത്രയ്ക്കും അങ്ങോട്ട് ഉഷാറായിട്ടില്ല.